ഒരു 5 മിനിറ്റ് സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി ഫോൺ എടുക്കുന്നു. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് എവിടെയെങ്കിലും ചുമ്മാ സ്ക്രോൾ ചെയ്തിരിക്കുന്നു. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത് 5 മിനിറ്റിന് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാനിവിടെ വന്നതെന്ന്. ഈ ഒരു അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബ്രെയിന് സോഷ്യൽ മീഡിയ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ബ്രെയിൻ അവർ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് അവർ ഹാക്ക് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമ്മാ ബോറടിച്ചിരിക്കുന്ന സമയത്തോ എന്തിനു വേണ്ടി നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു നമ്മൾ സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, നമുക്ക് അറിയുന്ന ആളുകളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ പോലും ചാൻസ് ഇല്ലാത്ത ആളുകളുടെ ലൈഫ്, അവരെന്ത് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തിന് നമ്മൾ ഈ കഷ്ടപ്പെട്ട് വേറൊരാളുടെ ലൈഫിൽ പോയി നോക്കി നമ്മളുടെ സമയം കളയണം? അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കുറച്ച് സയൻസ് റിലേറ്റഡ് ആണ്. നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ. ഈ ഡോപ്പമീൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മളൊരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിലേക്ക് പോകുന്നു, നമ്മൾ ഒരു ഗോള് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ എക്സാമിൽ ഒരുപാട് മാർക്ക് വാങ്ങിച്ചു, ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമുക്ക് ഈ ഒരു ഡോപ്പമീൻ റഷ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ ബ്രെയിനിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ഡോപ്പമൈൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മോട്ടിവേറ്റഡ് ആവും, നമ്മൾ ഹാപ്പി ആവും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, ഓരോ തവണ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നെക്സ്റ്റ് എന്താണ് വരാൻ പോകുന്നത്? നെക്സ്റ്റ് മോട്ടിവേഷണലാണോ? നെക്സ്റ്റ് ഒരു ട്രോളാണോ? മേ ബി ഒരു അഡൽട്ട് കണ്ടന്റ് ആണോ? ഓരോ തവണയും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ എക്സൈറ്റഡ് ആണ്, എന്താണ് വരാൻ പോകുന്നതെന്ന്. ഈ ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഡോപ്പമിൻ റഷ് ഉണ്ടാവും. ഈ ഡോപ്പമൈൻ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബ്രെയിന് വിചാരിക്കും നമ്മൾ എന്തോ ഒരു കാര്യം അച്ചീവ് ചെയ്തു, നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം ചെയ്തു. എന്താണ് നമ്മൾ ചെയ്തത്, നല്ല കാര്യമാണോ ബാഡ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾ ബ്രെയിനില്ല. ബ്രെയിനിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡോപ്പമൈൻ നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പഠിച്ച എക്സാം പാസ്സാവുന്നു, അതൊക്കെ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പം നമുക്ക് കിട്ടിയ ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് ഒരു എഫേർട്ടും കൊടുക്കാതെ കിട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ബ്രെയിൻ ഒരു ഷോർട്ട് കട്ട് കണ്ടെത്തും ഈ ഡോപ്പമിൻ വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫോൺ എവിടെയെങ്കിലും മാറ്റി വെച്ചാലും ഈ ഒരു ഡോപ്പമിൻ റഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിൻ നമ്മളെ പ്രേരിപ്പിക്കും, അതൊന്ന് എടുത്ത് ചെക്ക് ചെയ്യൂ, അതിൽ പുതിയ എന്തേ വന്നിട്ടുണ്ടോ, കണ്ടന്റ് വന്നിട്ടുണ്ടോ, ലൈക്ക് വന്നിട്ടുണ്ടോ, ഫോളോവേഴ്സ് വന്നിട്ടുണ്ടോ. ആ ഒരു തോട്ട് വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മുടെ കൈ വീണ്ടും വീണ്ടും മൊബൈലിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചിട്ട് പോലും നമുക്ക് നമ്മളെ ആ ഒരു അർജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു ഡോപ്പമിൻ റഷ് നമുക്ക് കൂടുതൽ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അൽഗോരിതം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇൻഫിനിറ്റ് സ്ക്രോളിംഗ് ആണ്. ഇതൊരിക്കലും എൻഡ് ചെയ്യുന്നില്ല, ഇത് താഴത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ഇതിപ്പം തീരും എന്നുള്ള ആ ഒരു തോട്ട് വരുന്നില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഇത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളൊരു തോട്ടാണ് പകരം നമുക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം അവർ തരുന്ന കണ്ടന്റിലാണ്. നമ്മൾ ഈ ബ്രെയിനിന് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അവർ കണ്ടന്റ് ഇങ്ങനെ മാറ്റി മാറ്റി തന്നുകൊണ്ടിരിക്കും. ഓരോ തവണ നമ്മളുള്ളിൽ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും നെക്സ്റ്റ് എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് സ്ക്രോൾ ചെയ്തു, നമുക്ക് മടുത്തു. ആ ഒരു മടുക്കുന്ന സമയത്തും നമ്മൾ ഉള്ളിലൊരു എക്സൈറ്റ്മെന്റ് ആണ്, മേ ബി ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് നോക്കാം, അപ്പം നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിലേക്ക് നമ്മളെ മൈൻഡിനെ മാറ്റിയെടുത്ത് തന്നെ ഇവരുടെ അൽഗോരിതംസ് ആണ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ കൂടുതലായിട്ട് പറയാം. പിന്നെ ഈ ഒരു അൽഗോരിതത്തിൻ്റെ മറ്റൊരു ബാഡ് സൈഡ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഈ പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ കണ്ടന്റ് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല കാര്യമാണ്, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമുക്ക് കാണണ്ടല്ലോ. ഒരു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കൂടുതലായിട്ടും ക്രിക്കറ്റിൻ്റെ കണ്ടന്റ് ആയിരിക്കും, മൂവി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കൂടുതലായിട്ടും മൂവി കണ്ടന്റ്. ആക്ച്വലി ഇതൊരു പ്രിസൺ ആണ്. നമ്മളെ അവർ ഈ പേഴ്സണലൈസ്ഡ് കണ്ടന്റ് നമുക്ക് തന്നിട്ട് നമ്മളെ അവരുടെ ആ ജയിലിൽ നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മളെ ബ്രെയിനിൻ്റെ വയറിങ് കൂടെ അവർക്കറിയാം. ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നെ തോന്നണം നമ്മൾ ഈ ചെയ്യുന്നത് നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ ഇതിൽ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നേടാനില്ല എന്ന് നമ്മളുടെ ഉള്ളിലൊരു ഫീൽ ആദ്യം വരണം. എന്നാലേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ യൂസേജ് കുറച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിലാദ്യമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ എത്ര ടൈം ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ചെയ്തത്. അതിന് ഞാൻ വേറെ എവിടെയും പോയില്ല, ChatGPT-നോടൊന്ന് ചോദിച്ചു, ഒരു ദിവസം ഞാനൊരു 4 മണിക്കൂറോ 5 മണിക്കൂറോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇയറിൽ എനിക്ക് എത്ര ദിവസം നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചു.
76 ദിവസമാണ് ഒരു വർഷത്തിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെടുന്നത്. അതായത് 2 മാസത്തിൽ കൂടുതൽ ഞാൻ ഫോൺ യൂസേജ് മാത്രം ചെയ്യുന്നു. അപ്പം ഇത് കേട്ടപ്പോൾ കറക്റ്റായിട്ട് ഞെട്ടി. ആലോചിച്ച് നോക്കി, 2 മാസം ഒരു വർഷത്തിൽ നമുക്ക് നഷ്ടപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നഷ്ടപ്പെടുന്നത്? ചുമ്മാ സ്ക്രോളിങ്, 5 hours സ്ക്രോളിങ്. എനിക്ക് തോന്നുന്നു ഒരുവിധം ആളുകളൊക്കെ 5 hours ചെയ്യുന്നുണ്ടാവും. മേ ബി 5 hours കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ, പിന്നെ ഫ്രീ ആയിരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ, പിന്നെ അല്ലാത്ത സമയത്ത് ഒരു 1 hour, അങ്ങനെ ഒരു പെർ ഡേ കൂട്ടുന്ന സമയത്ത് ഈ ഒരു 76 days നമ്മളെ ലൈഫിൽ നിന്ന് കട്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 hours കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ആ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നി, എനിക്ക് സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കണം. മാക്സിമം ഒരു 1 hour ഒരു ദിവസം, അത്രേ യൂസേജ് പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഫോണിലുള്ള സെറ്റിങ്സ് ചേഞ്ച് ചെയ്തതും 1-2 ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള 2 ഷോർട്ട് കട്ടാണ് ഈ 2 ഷോർട്ട് കട്ട്. ഒന്ന് കളർ ഓൺ, പിന്നെ ഒന്ന് കളർ ഓഫ്. ഇത് രണ്ടും നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെയാണ് ചെയ്യുന്നത്. ഐഫോൺ ആണെങ്കിൽ ആക്സസിബിലിറ്റിൻ്റെ അകത്ത് കളർ ഫിൽറ്റേഴ്സിൽ ഓൺ ചെയ്ത് വെച്ചാൽ മതി. അത് ഇവിടെ വന്നിട്ട് ഓൺ ചെയ്യുന്നതിന് പകരം ഞാൻ 2 ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം ഇതിൽ ഞാൻ കളർ ഓണിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ കളർ ഓഫ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കംപ്ലീറ്റ് ഫോണിൻ്റെ ഡിസ്പ്ലേ ഗ്രേ സ്കെയിലോട്ട് മാറും, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് പഴയതുപോലെ ഒരു ഡോപ്പമിൻ റഷ് ഉണ്ടാവില്ല. എനിക്ക് പഴയ ഒരു ഇൻട്രസ്റ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഷോർട്സ് എടുത്തിട്ട് ഷോർട്സ് ഞാൻ ചെയ്യുകയാണെങ്കിലും അവിടെയും എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടൂല. ആ ഒരു കളേഴ്സ് കാണുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു അഡിക്ഷൻ വരുന്നില്ല. കുറച്ച് നേരം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്ക് അടിക്കാൻ തോന്നും. ഇനിയിപ്പോൾ ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെയും ഗ്രേ സ്കെയിലായിരിക്കും. നമുക്കത് പെട്ടെന്ന് തന്നെ കളർ ഓൺ ചെയ്ത് വെച്ചാൽ കളർ ഓണിലേക്കും കളർ ഓഫ് ചെയ്താൽ കളർ ഓഫിലേക്ക് മാറ്റാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഇത്. എൻ്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ എത്രയോ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എപ്പോഴും കളർ ഓൺ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്തൂടെ, എന്തിനാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഈ ഒരു യൂസേജ് കുറയ്ക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോന്നൽ ഉണ്ടാവണം, എന്നാലേ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഡെയിലി ഒരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് മിനിമലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ആപ്പാണത്. ഇതിൻ്റെ അത് ഞാൻ മെഡിറ്റേഷനും അതുപോലെ തന്നെ ഡെയിലി എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് വിഡ്ജറ്റും ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോ ദിവസം ആ ഒരു കറക്റ്റ് ടൈം ആവുന്ന സമയത്ത് ഇവർ എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റ് ഇന്ന് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ മെഡിറ്റേഷൻ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 10 മണി സെറ്റ് ചെയ്യുകയാണെങ്കിൽ 10 മണിയാവുന്ന സമയത്ത് എന്നോട് പറയും ആ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഡെയിലി നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ റിമൈൻഡ് ചെയ്യണമെങ്കിലൊക്കെ കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ. പുതിയ എക്സ്പെരിമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്ലസ് എന്ന് കൊടുക്കുന്നു, പേര് കൊടുക്കുന്നു, നമുക്ക് എന്താണോ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുന്നു, ഡെയിലി ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 3 ദിവസമായി മെഡിറ്റേഷനും അതുപോലെ തന്നെ ഡെയിലി എക്സ്പെരിമെന്റ് രണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 3 ദിവസമായിട്ടുണ്ട്. നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ആപ്പാണ് ഓപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ്. ഈ ആപ്പിന്റെ അകത്ത് നമുക്ക് ബ്ലോക്ക് ലിസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഞാനിതിൽ ബ്ലോക്ക് ലിസ്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബ്ലോക്ക് ലിസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ആപ്സ് ആണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഇവിടെ ആപ്പിന്റെ പേര് ഓപ്പൽ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് സെഷൻ എൻഡ് സെഷൻ എന്ന് പറഞ്ഞ 2 ഷോർട്ട് കട്ട് ഉണ്ടാവും. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് സെഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ആപ്പ് ലിസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ കൊടുക്കുന്നു, ഒരു പേര് കൊടുക്കുന്നു, ഐക്കണിന് മാറ്റി വേണമെങ്കിൽ നമുക്ക് ഐക്കൺ മാറ്റിയൊക്കെ കൊടുക്കുന്നു, ആഡ് കൊടുക്കുന്നു. അങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള 2 ഐക്കണാണ് ഈ കാണുന്നത്. ഒന്ന് സ്റ്റാർട്ട് സെഷനും പിന്നെ ഒന്ന് എൻഡ് സെഷനും. അപ്പൊ ഇതിൽ ഞാൻ സ്റ്റാർട്ട് സെഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ കുറെ ആപ്പ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഷോർട്ട് കട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഈ ആപ്പ് എല്ലാം ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ട്വിറ്ററിലോ അല്ലെങ്കിൽ റെഡിറ്റിലോ അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലോ കയറുന്ന സമയത്ത് അതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്യണമെങ്കിൽ വീണ്ടും ഇവിടെ വന്നിട്ട് എൻഡ് സെഷൻ കൊടുത്താൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ് ഒന്ന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റാർട്ടും എൻഡും നമ്മൾ പഠിക്കുന്ന സമയത്തോ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ സ്റ്റാർട്ടും എൻഡും കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ആ ഒരു ഡിസ്ട്രാക്ഷൻ കുറഞ്ഞു കിട്ടും. മാക്സിമം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ആ ഒരു യൂസ് ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ഓഫ് ചെയ്യണം എന്നുള്ള നിലയിൽ വരുമ്പോൾ നമുക്കൊരു തോട്ട് വരും, ഓക്കെ അപ്പൊ ഞാനിത് ഓഫ് ചെയ്ത് വെച്ച എന്തോ ഒരു കാരണത്തിനായിരിക്കും. അപ്പൊ നമ്മളെ മൈൻഡിൽ ആ ഒരു തോട്ട് വരുന്നത് കൊണ്ട് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന എനിക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആപ്പാണ് ഈ ഗൂഗിൾ കീപ്പ്. ഗൂഗിൾ കീപ്പ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലത്തെ എന്തെങ്കിലും നോട്ട് ടേക്കിങ്ങോ അല്ലെങ്കിൽ റിമൈൻഡർ പോലത്തെ ഒരു ആപ്പ് യൂസ് ചെയ്യുക.
കാരണം നമുക്കൊരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു മാസം കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് എഴുതി വെക്കുന്നത് വഴി നമുക്കത് ആ ഒരു ഗോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ടല്ലോ, ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അത് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള ആപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാനിതിൽ ജിമെയിൽ ID മാറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കുറെ ഉള്ളത് കൊണ്ട് ഞാൻ വേറെ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് വഴി നമുക്കിങ്ങനെ ടിക്കറ്റ് കൊടുക്കാം. ഒരു മാസത്തെ കാര്യങ്ങൾ, ഒരു വീക്കിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് വഴി നമുക്ക് ആ ഗോളിലേക്ക് കുറച്ചും കൂടെ എത്താൻ സഹായിക്കും. അപ്പൊ സോഷ്യൽ മീഡിയ യൂസേജ് അവിടെ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ ഗൂഗിൾ കീപ്പ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിലിപ്പം മൊബൈലിലായാലും PC-യിലായാലും ലാപ്ടോപ്പിലായാലും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ജിമെയിൽ ID സെയിം ആണെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഈ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ പുതിയൊരു കാര്യം ആഡ് ചെയ്യാണ്. ആ ഒരു കാര്യം ആഡ് ചെയ്യുന്ന വഴി ആ ഒരു മൊമെന്റിൽ തന്നെ അത് ഗൂഗിൾ ഡ്രൈവായിട്ട് സിങ്ക് ആവും. അപ്പൊ എനിക്ക് PC-യിലും ലാപ്ടോപ്പിലും ഒക്കെ ആ ഒരു കാര്യം ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എൻ്റെ വർക്ക് ഗോൾസും അതുപോലെ തന്നെ പേഴ്സണൽ ഗോൾസും ഒക്കെ എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ആപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഒഴിവാക്കാൻ എന്നെ ഈ 4 വഴികളും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ കീപ്പ്, അതുപോലെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ആപ്പ്, പിന്നെ ഓപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ്, പിന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഗ്രേ സ്കെയിൽ ഓൺ. ഇപ്പൊ എന്റെ ഫോൺ അധിക സമയത്തും കളർ ഓഫിൽ തന്നെയാണ് ഉണ്ടാവാറ്. ഞാനിപ്പോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം കളർ കൊടുത്തുന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഫോണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് ചെയ്യാൻ പറ്റും. ബുക്ക് വായിക്കുക, പുതിയ ഗോൾസ് ഉണ്ടാക്കുക, പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഫോൺ യൂസേജ് പെർ ഡേ ഒരു മിനിമം 1 hour ആക്കിയിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെല്ലാവരും ട്രൈ ചെയ്യുക മാക്സിമം.